ഇപ്പൊ ഞാൻ ഇതേപോലെ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരുപാട് കഥകളുണ്ട്, ഒരുപാട്. ഞാൻ പറയണില്ല. ഇതേപോലെ തിയേറ്ററിന്ന് നമ്മള് ക്ലബും ഇതിനകത്ത് നിന്നൊക്കെ ക്ലബിൽ നിന്നൊക്കെ എല്ലാ ദിവസവും വെള്ളിയാഴ്ച നീ പോയാൽ മതി, വെള്ളി ശനി ഞാനൊക്കെ ആരെങ്കിലുമൊക്കെ സെറ്റാവും. കാരണം അന്നൊക്കെ ഇന്ന് ഇൻസ്റ്റഗ്രാം ഉള്ള പോലെയോ എന്നുള്ള ഫേസ്ബുക്കോ അതൊന്നും ഇല്ലല്ലോ. അപ്പൊ ഈ ഹുക്കപ്പും അല്ലെങ്കിൽ ഈ പറയുന്ന സംഭവമൊക്കെ ഈ ക്ലബിലും ഇതിലൊക്കെ ആണ് നടക്കുക. ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സ്, കോമൺ ഫ്രണ്ട്സ്, അവര് ഇത്. പിന്നെ സിംഗിള് അങ്ങനത്തെ സാധനം, കമ്മിറ്റഡ് എന്ന് പറഞ്ഞ സാധനമൊന്നുമില്ല. നിനക്ക് ലവ് പ്രേമമുണ്ട്, നിനക്ക് കമ്മിറ്റഡ് സിംഗിൾ ആണെന്നൊന്നും ചോദിക്കൊന്നുമില്ല. ഒരു ഇഷ്ടം തോന്നുന്നു, ഒരു ഇത് പോകുന്നു, ഒരു 1-2 ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞു, ഡേറ്റ് ചെയ്തു, പരിപാടി കഴിഞ്ഞു, അടുത്ത ആള്. എന്റെ കോളേജിലൊക്കെ ആകുമ്പോ ഇത് തന്നെ. ഇതിലിപ്പോ പ്രത്യേകിച്ച് അങ്ങനത്തെ ഫീലിങ്സ് ഒന്നുമില്ല, ആർക്കും ഇല്ലായിരുന്നു. അതായിരുന്നു ഒരു കാലം. അത് ഭയങ്കര വസന്തകാലമായിരുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും പ്രത്യേകിച്ച് ആരും, മേ ബി ഞാൻ കണ്ടിരുന്ന ആ സർക്കിളിലുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ഞാൻ എടുത്തു പറയണല്ലോ, അവർക്കെല്ലാം തന്നെ അതൊക്കെ ഭയങ്കര ഓപ്പൺ റിലേഷൻഷിപ്സും. ഈ അർപ്പിതയാണ് നമ്മുടെ കമ്പാനിയനാവണ്ടേ, ലവ് ആണ് അങ്ങനെ തോന്നിയൊരു സമയം എപ്പോഴും? അല്ലല്ല, അർപ്പിത നമ്മളെ കൂടെ ഒരുപാട് കാലമായിട്ട്, അർപ്പിത സുഹൃത്തായിട്ടും ഇതായിട്ടൊക്കെ ഒരുപാട് കാലം. കാരണം അർപ്പിത ഡൽഹി പഠിച്ചു, പിന്നെ ചെന്നൈയിൽ വന്ന് പഠിച്ചു. അവിടെ നിന്ന് തൊട്ടിട്ട് എനിക്ക് ആ ഓർക്കുട്ട്, ഹൈഫൈ ഓർക്കുട്ട് ഒക്കെ ഉണ്ടായിരുന്ന സമയം തൊട്ടുള്ള പരിചയം. ഇപ്പൊ 2007. അപ്പൊ അന്നൊക്കെ തൊട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ഉള്ള സമയം തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ അപ്പൊ നമ്മുടെ കൂടെ ട്രാവൽ ചെയ്തു ഒരുപാട് വർഷം. ഓക്കെ, അങ്ങനെ ഒരാൾ മാത്രമേ നമ്മുടെ കൂടെ ഒരു നീണ്ട കാലയളവോളം നമ്മുടെ കൂടെ സുഹൃത്തായിട്ടും ഒരു സ്റ്റഡി ആയിട്ട് ഒരാളോട് നമ്മളോട് നിന്ന പുള്ളിക്കാരി മാത്രമാണ്. ബിക്കോസ് എന്നെ പോലെ ഒരാൾ, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ അന്തവും കുന്തവും ഇല്ല, മേലാകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞ് ജീവിച്ച ഒരാളുടെ കൂടെ ഒരാള് സുഹൃത്തായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം. പ്രത്യേകിച്ച് ഞാൻ ഒരിക്കലും ഒരാളെയും കീപ്പ് ഇൻ ടച്ച് ചെയ്യലോ അല്ലെങ്കിൽ ഉള്ള സമയത്ത് ഇപ്പൊ ഞാൻ നിന്നെ എപ്പോഴും വിളിക്കാറുണ്ട്. എനിക്ക് നിന്നെ ആയിട്ട് നല്ല പരിചയമുണ്ട്, ബന്ധമുണ്ട്. ഇപ്പൊ മീഡിയയിലുള്ള എത്ര പേര് ആരെയും ഞാൻ ഫോൺ എടുക്കില്ല. കാരണം നമ്മളുള്ള സ്ഥലത്ത് സമയത്ത് നന്നായി ആ ഒരു സമയം ചെലവഴിക്കുക, ഇതാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. എപ്പോഴീ മറ്റേ ഒരു പ്രശ്നം പറഞ്ഞില്ലേ, നമ്മള് ഭയങ്കര കഴിവുള്ള ആളാവണമെന്നുണ്ട് ഇല്ല, നമുക്ക് ഒരുപാട് എന്താ പറയാ പണം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, നമ്മൾ ആളുകളെ വെറുപ്പിക്കരുത്. ഇത് എപ്പോഴും ഒരു റിയാലിറ്റി ആയിട്ട് ലൈഫിൽ ഹിറ്റ് അടിച്ചപ്പോഴാണ് നമ്മൾ നൈസായി നിൽക്കുക എന്നുള്ളതാണ് പ്രധാനം. അത് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ? പ്രത്യേകിച്ച് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുരുങ്ങിയ കാലയളവല്ലേ ഈ ലോകത്ത് ജീവിക്കുന്നുള്ളൂ, മനസ്സിലായില്ലേ? ഇതൊക്കെ ഒരു റിയാലിറ്റി അല്ലേ. നമ്മളിപ്പോ ഇത്രയും കുറഞ്ഞ കാലയളവിൽ ഇത്രയും ഇനി നാളെ നീ ചത്തുപോകും. ഓക്കെ, നമ്മളൊരാളെ ഓർക്കുന്ന സമയത്ത് നമ്മൾ അയാൾ മരിച്ചു പോയതിനു ശേഷം നമ്മൾ പറയില്ലേ നല്ല മനുഷ്യനായിരുന്നു എന്നൊക്കെ പറയുന്നതിനേക്കാളും നല്ലതല്ലേ ഉള്ള സമയത്ത് നല്ല ഓർമ്മകളും നല്ല സംഭവം ഉണ്ടാക്കി പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബന്ധങ്ങളൊക്കെ തന്നെ എല്ലാം ഒരു ഡിറ്റാച്ച്മെന്റ്, ഡിറ്റാച്ച്ഡ് ആണ് എല്ലാവരും ആയിട്ടും. അതാണ് ഏറ്റവും നല്ലത്. അതാവുമ്പോൾ പക്ഷെ എൻ്റെ കേസിൽ എനിക്ക് വർക്കായിട്ടുള്ള ഒരു സാധനം അതാ. അത് വീട്ടിലുള്ള ആൾക്കാരുമായിട്ടായിക്കോട്ടെ, എല്ലാവരുമായിട്ട്. ബിക്കോസ് എനിക്ക് ഏറ്റവും സെറ്റ് ബാക്സ് കിട്ടിയിട്ടുള്ളതൊക്കെ എൻ്റെ ഫാമിലിയിൽ നിന്നും എൻ്റെ വീട്ടിൽ നിന്നും. പ്രത്യേകിച്ച് ഞാൻ കാരണം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ കാരണം. അപ്പൊ അന്നോട്ടൊക്കെ നമ്മൾ ഒരു കാലയളവ് മുഴുവൻ വളരെ ഒറ്റയ്ക്കും ജീവിച്ചിരുന്ന ഒരു കാലമുണ്ട്. സുഹൃത്തുക്കളില്ല, ഒരു വീട്ടുകാരില്ല. അങ്ങനെയുള്ള സമയത്തൊക്കെ കടന്നു പോയത് കൊണ്ട് തന്നെ ആ സമയമൊക്കെ നമ്മളെ കുറച്ചൊന്ന് പ്രിപ്പയർ ചെയ്തു. ഓക്കെ, ഇനിയിപ്പോ നാളെ ഇപ്പൊ പിന്നീട് സിനിമയിൽ വരും എന്നൊന്നും നമ്മളന്ന് പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. അന്നേ ഡിറ്റാച്ച്ഡ് ആയിരുന്നു. പിന്നെ സിനിമയിൽ വന്നപ്പോഴും കുറേ സുഹൃത്തുക്കൾ വന്നപ്പോഴും നമ്മള് കാരിഡ് അവേ ആയില്ല. കുറെ ആൾക്കാർ നമ്മളോട് ഇത് ചെയ്യുന്നു. പിന്നെ വീണില്ല. ഞാൻ ചെറുപ്പം മുതൽ ഇത് കാണുന്നത് കൊണ്ട് തന്നെ ഉള്ളത്. ഫാദർ കാണാത്ത, ഫാദറിനെ ഇത് ചെയ്യാത്തതൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഈ ശീലങ്ങളൊക്കെ, പിന്നെ ഏറ്റവും കൂടുതൽ ഇതുള്ളതെന്ന് വെച്ചാൽ കമ്പനി അടി എന്നൊക്കെ പറയുമ്പോൾ എല്ലാ ദിവസവും സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അച്ഛനൊക്കെ നാട്ടിലോട്ടൊക്കെ വരുമ്പോൾ സമയത്ത് എല്ലാ ദിവസവും ആഘോഷവും പാർട്ടിയും പരിപാടിയൊക്കെ. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന മദ്യപാനവും ഇതൊക്കെ അവസാനിപ്പിച്ചപ്പോൾ നമ്മൾ ആരും വിളിക്കാതായി, നമുക്കൊരു സോഷ്യൽ സർക്കിൾ ഇല്ലാതായി. കാരണം ഈ സോഷ്യൽ സർക്കിളൊക്കെ നിലനിന്നിരുന്നത് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ഈ പറയുന്ന കമ്പനി കൂടലും ഇതിന്റെ എല്ലാവരും നമ്മളെ വിളിക്കില്ല ആൾക്കാർ. ഒന്നും കൊണ്ടല്ല, അവനെ വിളിച്ചിട്ട് അവൻ അടിക്കില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഉള്ളൊരു കാലം വന്നു. സോ ഹാപ്പി ടു എന്താ പറയണ്ട, അങ്ങനെ ഒരു ഗ്രൂപ്പിൽ നിന്ന് മാറിപ്പോവാൻ ഓക്കെ ആയിരുന്നു. ഞാനിവിടെ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം ഷൈൻ ടോം ചാക്കോന്റെ അച്ഛൻ മരണപ്പെട്ട സമയത്ത്
റോണി ഡേവിഡ് രാജ് ഒരു ബൈറ്റ് പറയുന്നുണ്ടായിരുന്നു. അതായത് വളരെ വിഷമത്തോടു കൂടിയിട്ട് ഷൈൻ പറയാണ്, എൻ്റെ അച്ഛൻ എന്നെ നോക്കി 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 എൻ്റെ പിന്നാലെ നടന്ന് പോയടാ, ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അച്ഛൻ്റെ ചെവിന്ന് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുക എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ വിങ്ങി 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 പൊട്ടിക്കറിയാണ് അദ്ദേഹത്തിൻ്റെ ബോഡിയുടെ ഒപ്പം ഒക്കെ ആയിരുന്നു. അപ്പം ആ സമയത്ത് റോണി പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് എപ്പോഴും നമ്മുടെ ഫാമിലി ഉണ്ടാവുള്ളൂ, എന്തൊക്കെ വന്നാലും അവരെ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. ഇതൊന്നും ഇതൊക്കെ താൽക്കാലിക ലഹരി മാത്രമാണെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റ് ഭയങ്കരമായിട്ട് വൈറലാണ്ടായിരുന്നു. ശരിക്കും നമുക്കൊരു ഡ്രഗ് ഫേസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു അഡിക്ഷൻ ഉണ്ട്. ഇത് എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് കളഞ്ഞ് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക? അല്ല, ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളിത് നീ ഇപ്പം വൈകി ഇപ്പം ഷൈൻ്റെ കേസിലായിക്കോട്ടെ, ഇപ്പം ബാസിയുടെ കേസിലായി, ഇപ്പം ബാസി എൻ്റെ അടുത്ത സുഹൃത്താണ്, ഷൈനെ അത്യാവശ്യം നന്നായിട്ട് അറിയാം. ഇവരൊക്കെ സിനിമയിലും ഈ ഗ്ലാമൻ ഗ്ലിറ്റർ വന്നതിന് ശേഷം സിനിമയിൽ ഇവരൊന്നും ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ആയിരുന്നില്ല. ഓക്കെ, ഇതൊക്കെ വന്നതിന് ശേഷം വളരെ ലേറ്റർ സ്റ്റേജിലാണ് ഇതിലോട്ട് അഡിക്ഷനിലോട്ട് പോയത്. മനസ്സിലായില്ലേ? എൻ്റെ കേസിൽ അതല്ല. ഞാൻ വളരെ നിങ്ങളൊക്കെ ഇപ്പം നീ സ്കൂളിൽ പോയിരുന്ന സമയത്ത്, അല്ലെങ്കിൽ നീ LKG ഷെഡ്യൂട്ട് പോയിരുന്ന സമയത്താണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ നേരത്തെ അതൊക്കെ നമ്മുടെ ആ സമയത്തുള്ള ജീവിതം, നമ്മുടെ സാമ്പത്തികം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരുന്ന സ്ഥലം, നമ്മൾ വളർന്ന സ്ഥലത്തിൻ്റെയും കൂടെയാണ്. അപ്പം വളരെ ഏർലി സ്റ്റേജിൽ ഞാൻ പറഞ്ഞ ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ഇതൊക്കെ ഉപയോഗിക്കുന്നു പറയുന്നു. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കാരണം ഇത് സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരു ഗ്രൂപ്പിൽ ഒരു ആളെങ്കിലും ഇത് ഉപയോഗിക്കുന്ന ഒരാളുണ്ടാവും, അല്ലേ? നമ്മുടെ ഈ ഇരിക്കുന്ന ടേബിളിൽ അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരാളുണ്ടാവും. ചിലപ്പോൾ അങ്ങനെ ഒരാൾ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആയിപ്പോവും. നമ്മൾ ഒരു തവണ ട്രൈ ചെയ്തെന്നിരിക്കും, ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നിരിക്കും. ഇത് നേരത്തെ കാലത്ത് അങ്ങ് നടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡീമെറിറ്റ്സും പ്രോസ് ആൻഡ് കോൺസും ഒക്കെ നമുക്ക് തന്നെ ഒരു പ്രായമാകുമ്പോൾ മനസ്സിലാവും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല. ഇത് നമ്മൾ സെൽഫ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം നിന്നോടൊരു കാര്യം ഒരാൾ പറയുന്നു ഇത് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നീ അത് ചെയ്യാതിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നീ അത് ചെയ്യും, നിനക്കത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നീ വീണ്ടും ചെയ്യും. അത് തന്നെയാണ് ഞാൻ എൻ്റെ ആയ പ്രായത്തിൽ ഞാൻ ചെയ്തത്. എൻ്റെ കൂടെയുള്ള ഒരുപാട് പേര് പറഞ്ഞു നീ ഇത് ചെയ്യരുത്, ഉപയോഗിക്കരുത്. എൻ്റെ ചേട്ടൻ ഉൾപ്പെടെ പലരും പറഞ്ഞു. പക്ഷെ ഞാൻ അന്ന് ഉപയോഗിച്ചു. ഇത് നമുക്ക് സ്വയം തോന്നണം. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് അന്ന് അച്ഛനും അമ്മയൊന്നും നമ്മളെ ഇല്ല കൂടെ. ഹോസ്റ്റലിൽ പഠിച്ചിരുന്ന കാലം എത്രയോ വർഷങ്ങൾ, 4-5 വർഷം ഞാൻ അച്ഛനും അമ്മയൊന്നും കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അച്ഛനും അമ്മയിലും കൂടെ നമുക്ക് കൂടുതൽ ഫ്രീഡം കിട്ടുന്നു. ആ ഫ്രീഡത്തിനെ നമ്മൾ മാക്സിമം മിസ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അത് നമ്മൾ തന്നെ നമുക്ക് കിട്ടുന്ന സെറ്റ് ബാക്സിലൂടെയും കാരണം ഇതിനോടൊപ്പം നമുക്ക് നഷ്ടമായത് വിദ്യാഭ്യാസം, പ്രണയം, ആ സമയത്ത് ഉണ്ടായിട്ടുള്ള കൂട്ടുകാർക്കിടയിലുള്ള ഫ്രിക്ഷൻ, ആരോഗ്യം, കൂടെയുള്ള ആൾക്കാർ മരണപ്പെട്ടു പോകുന്നു, ആക്സിഡൻസ്, ഇങ്ങനെ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, പ്രണയിച്ച കുട്ടിയുടെ വിവാഹം, ഇതൊക്കെ നമ്മളുടെ ഈ പറയുന്ന ശീലങ്ങളും നമ്മൾ കൃത്യമായിട്ട് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടും ഈ പറയുന്ന അഡിക്ഷനൊക്കെ കൊണ്ടുവന്ന് ഞാൻ ഒരു തിരിച്ചറിവ് നമുക്കൊരു പോയിന്റിൽ കിട്ടും. ഓക്കെ, ആ റിയാലിറ്റി ചെക്ക് എനിക്ക് വളരെ നേരത്തെ കിട്ടി. മനസ്സിലായില്ലേ? ഷൈൻ്റെ കേസിലും എടുത്തു പറയുന്ന ആൾക്കാരുടെ കേസിലൊക്കെ തന്നെ എന്താ കേസ് എന്ന് വെച്ചാൽ ഇവർ വളരെ ലേറ്റസ്റ്റ് സ്റ്റേജിലാണ് ഇതിന് അഡിക്ഷനിലോട്ട് പോകുന്ന സമയത്ത് അത് അവർക്ക് അവരുടെ പ്രായത്തിൽ അവർക്കും കിട്ടിയിട്ടുള്ള സെറ്റ് ബാക്സ് ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷമാണ് നേരത്തെ പറഞ്ഞ ഈ ഗ്ലാമൻ ഗ്ലിറ്റർ ഉണ്ടാകുന്നത്, സാമ്പത്തികം ഉണ്ടാകുന്നത്, അവർക്കുണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അവർക്കുണ്ടായിട്ടുള്ള പല കാരണങ്ങളും കൊണ്ടും ഈ അഡിക്ഷൻ വരാം. പ്രത്യേകിച്ച് ഈ സൊസൈറ്റിയിൽ ഇത് ഭയങ്കര പോപ്പുലറായി തുടങ്ങിയത് അപ്പം ഞാൻ എൻ്റെ ആയ കാലത്ത് നിർത്തി കഴിഞ്ഞ് ഇവിടെ നാട്ടിലേക്ക് വരുമ്പോഴാണ് ഇത് ഇവിടെ ഇത്രയും പോപ്പുലർ ആവുന്നത്. അതുകൊണ്ട് തന്നെ നിർത്തിയ സാധനമായിട്ട് എനിക്ക് വീണ്ടും തുടങ്ങേണ്ടി വന്നിട്ടില്ല. ഇതിൻ്റെ ഡിമെറിറ്റ്സ് ഒക്കെ നമുക്കറിയാം, ശരീരത്തിന് എത്രമാത്രം ഇത് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പം ലേറ്റർ സ്റ്റേജിൽ ഒരു ഡിഅഡിക്ഷൻ അല്ലെങ്കിൽ ഭയങ്കര ടഫാണ്. മനസ്സിലായില്ലേ? ഏത് പോയിന്റിലും ടഫാണ്. പക്ഷേ ഇത് നമുക്ക് കിട്ടി നമ്മൾ അനുഭവിച്ചാലും മാത്രമേ നീ ഇതിൽ നിന്ന് വിട്ടുവരുള്ളൂ. ഒരു വിഷമം നമ്മളെ ഒന്ന് ഹിറ്റ് ചെയ്യണം. ഡെഫിനറ്റ്ലി. അല്ലാതെ നീ എന്ത് പറഞ്ഞാലും ആര് പറഞ്ഞാലും നീ കേൾക്കൂല. നിനക്ക് കിട്ടുന്ന സെറ്റ് ബാക്കും നിനക്ക് കിട്ടുന്ന എല്ലാം പെട്ടെന്ന് ഒരു ദിവസം ഓവർനൈറ്റ് ഞാനൊന്ന് നിർത്തിയേക്കാന്ന് വെച്ചാൽ നിനക്ക് നിർത്താനൊന്നും പറ്റുന്ന ഒരു സാധനമല്ല ഇത്. നിനക്ക് അതിനനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്രമാത്രം വിൽ പവർ ഉള്ള ഒരാളായിരിക്കണം. ഓക്കെ, അത്ര വിൽ പവർ ഇല്ലാത്തതുകൊണ്ടല്ലേ ഇത് അടിക്കണേ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല അടി കിട്ടണം. കിട്ടി നിർത്തി. പറഞ്ഞ കാര്യത്തിനകത്ത് ഒരു കാര്യം പറയാനുള്ള, എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഷൈൻ്റെ കേസിൽ അച്ഛൻ റോണി പറഞ്ഞ ഡയലോഗ് പറയുമ്പോൾ എൻ്റെ അച്ഛൻ ഏറ്റവും മോശം ആരോഗ്യമായതും അമ്മ ഏറ്റവും കൂടുതൽ വിഷമിച്ചതും ആ വർഷങ്ങളോളം അവർക്കൊരു ട്രോമയായിരുന്നു. ഞാൻ പോയിരുന്ന കാലം മുഴുവൻ അവർക്കിടയിലുള്ള പ്രശ്നം അവരെ ഒരുപാട് വിഷമിപ്പിച്ചതും കരയിപ്പിച്ചിട്ടുണ്ട് ഞാൻ. മനസ്സിലായില്ല? ഇതൊക്കെ അവരുടെ കേസിലും അവർക്ക് നേരത്തെ സംഭവിച്ചത് കൊണ്ട് അവർക്കും ഓക്കെ. അല്ലെങ്കിൽ ഈ പ്രായത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നതെങ്കിൽ ഷൈൻ്റെ അച്ഛൻ്റെ കേസിലും എല്ലാം പറയുമ്പോൾ നമ്മളൊരു പ്രായത്തിൽ ഇതൊക്കെ സംഭവിക്കുമ്പോൾ അവർക്ക് താങ്ങാൻ പറ്റില്ല. മനസ്സിലായില്ലേ? കാരണം ഇപ്പൊ അച്ഛനൊക്കെ വാർദ്ധക്യത്തിലോട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോഴാണ് ഞാൻ ഈ അഡിക്ഷനൊക്കെ ആയിട്ട് നടക്കുന്നതെങ്കിൽ അവർക്ക് ഇത് മാനസികമായി താങ്ങാൻ പറ്റണമെന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ അത് ഷൈൻ മനസ്സിലാക്കി ഷൈൻ അതിൽ നിന്ന് തിരിച്ച് അല്ലെങ്കിൽ ജീവിതത്തിലോട്ട് റിയാലിറ്റിയിലോട്ട്
വന്നെന്ന് അറിയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. പക്ഷേ എൻ്റെ കേസിലെന്ന് വെച്ചാൽ അന്നും ഇത് ആരുപയോഗിക്കുമ്പോഴും മാതാപിതാക്കൾക്ക് ഇത് സ്വാഭാവികമായിട്ടും ഒരു കൺസേൺ ആണ്. പിന്നെയുള്ള സംഭവം എന്ന് വെച്ചാൽ അച്ഛൻ്റെ പ്രായത്തിലും അല്ലെങ്കിൽ അച്ഛൻ ഇതിലൊക്കെ കടന്നുപോയ ആൾക്കാരാണ് ഇവരൊക്കെ. ഇത്തരത്തിലുള്ള ലഹരിയൊക്കെ അന്നും ഉണ്ടായിരുന്നു, അവരും ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും. അന്ന് സിന്തറ്റിക് ഇല്ലാന്നേ ഉള്ളൂ, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അന്നും അവൈലബിൾ ആണ്, അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അവരും ഒരു കാലഘട്ടത്തിൽ ഇതേപോലെ ഇതിൻ്റെയൊക്കെ മെറിറ്റും ഡിമെറിറ്റും എല്ലാവർക്കും ഉണ്ടാവും. കാരണം ഞാൻ പറഞ്ഞില്ല, ഇത് 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 സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ചുറ്റും ഈ സാധനങ്ങൾ എന്നും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇത് എത്ര വർഷങ്ങളായിട്ട് ഈ ലഹരിയും വെള്ളവും മദ്യവും സിഗരറ്റും ഇതൊക്കെ ഉണ്ട്. ഇത് നിൻ്റെ ചോയ്സ് അല്ലേ നീ ഇത് ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളത്.